നമ്മളിപ്പോൾ പോകുന്ന തേക്കടിയിലെ ഒരു ദൃശ്യവിസ്മയത്തിലേക്കാണ്. നിങ്ങൾ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ലാത്തൊരു സ്ഥലമാണ്. വെറും 25 രൂപ പാസേ ഉള്ളൂ. ഇതൊരു മ്യൂസിയമാണ് കേട്ടോ. ഇവിടെ വിവിധ ജീവികളുടെ സ്കെൽറ്റനും അതും ഇതൊക്കെ ഇവിടെ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ പാർക്കിങ്ങിൻ്റെ അടുത്ത് തന്നെ ഉള്ളൊരു സ്ഥലമാണ് ഇവിടെ. ഇത് നിബിഡ വനത്തിൻ്റെ ഭാഗമാണ്. നമ്മൾ ഇപ്പം ഈ തേക്കടിയിൽ ഞാൻ പറഞ്ഞില്ലേ ദൃശ്യവിസ്മയം എന്ന് പറഞ്ഞില്ലേ, ഇവിടെ ഒരു മ്യൂസിയം ഉണ്ട്. ഇവിടെ ആരും വന്ന് കാണാത്ത, അത് ശരിക്കും കാടിനുള്ളിലെ ഒരു അന്തരീക്ഷം ഇവിടെ ക്രിയേറ്റ് ചെയ്തേക്കാണ്. കണ്ടോ ഈ സൗണ്ടുകളും എല്ലാം കണ്ടോ, ഒരു പാമ്പ്, അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ രാത്രി കാലങ്ങളിലും പകലുമൊക്കെ ഇവിടെ വനത്തിലെ കടുവയൊക്കെ കാണുന്നത്. ഇത് കണ്ടോ, ഇതേ രീതിയിൽ ഇവിടെ ക്രിയേറ്റ് ചെയ്തേക്കാണ്. ഇവിടുന്ന് നമ്മൾ നേരെ നമുക്ക് അടുത്ത ഇതിലേക്ക് പോകാം. ഇവിടെ ഒരുപാട് ചിത്രങ്ങളൊക്കെ ഉണ്ട്. ഇത് കണ്ടോ, ചിത്രങ്ങളൊക്കെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഒരു ആനയുടെ സ്കെൽറ്റനാണ്. ഇവിടുത്തെ ഈ വനത്തിലെ ഒരു ചെറിയൊരു ചുള്ളിക്കമ്പ് പോലും ആരും എടുക്കാനോ ഒന്നും പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഫോറസ്റ്റ് വളരെ ഉത്തരവാദിത്തോടു കൂടി സംരക്ഷിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഇത് കണ്ടോ, ആനയുടെ ഒരു സ്കെൽറ്റനാണ്, കൊമ്പൻ ആനയുടെ. ഇതാണ് ഇത്. അതുമായിട്ട് ബന്ധപ്പെട്ട ഓരോ മനുഷ്യൻ്റെ ഡീറ്റെയിലുകളും കാര്യങ്ങളൊക്കെയാണ് അത് കേട്ടോ. ഞാനിത് ഒറ്റ എപ്പിസോഡായിട്ട് ഞാൻ കട്ട് ചെയ്യാതെ എടുക്കാനാണ് നോക്കുന്നത്. ഇതാണ് ആനയുടെ സ്കെൽറ്റൻ കേട്ടോ. ഇതൊക്കെ ഒറിജിനലാണ് കേട്ടോ. ഇനി നമുക്ക് അടുത്ത ദൃശ്യത്തിലേക്ക് പോകാം. ഇതിനകത്ത് ഉള്ള, അതായത് ഇതിനകത്ത് ലൈറ്റ് കുറവാണ്. ഓരോ പക്ഷികൾ, ഇതൊക്കെ ഒറിജിനലാണ് കേട്ടോ. ഈ ഇരിക്കുന്ന പക്ഷികളെല്ലാം സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതൊക്കെ ഈ തേക്കടി വനത്തിലുള്ള അപൂർവ പക്ഷി സമ്പത്തുകളാണ് കേട്ടോ. ഇത് അപൂർവ പക്ഷി സമ്പത്തുകളാണ്, ഒറിജിനൽ ആണ്. ഇത് സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇവിടെയൊക്കെ ലൈറ്റ് കുറവാണ്. ഈ പക്ഷിയെക്കുറിച്ചുള്ള ഡീറ്റെയിലുകളൊക്കെയാണ് കേട്ടോ. ഇതാ നോക്കിയോ, ഇതിനകത്തോട്ട് തീർത്തേക്കാറുണ്ടോ. ഇതെല്ലാം നമ്മൾ ഈ തേക്കടി വരുന്നവർ കാണാതെ പോകുന്നൊരു സംഭവമാണിത് കേട്ടോ. ഇതൊക്കെ കാണണം സത്യത്തിൽ. ഇതൊന്നും അവോയ്ഡ് ചെയ്ത് പോകാൻ പാടില്ല. നമുക്കടുത്ത ഇതിലേക്ക് പോകാം. ഇവിടെ 25 രൂപയുള്ളൂ പാസ്. ഇതുണ്ട് ഒരു ഗുഹയിലൂടെ നമ്മൾ കയറി ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇത് അതായത് ശരിക്കുമുള്ള ഒരു ഇതാണ് കേട്ടോ. ശരിക്കും ഇതുണ്ടോ, വനത്തിനകത്ത് നമ്മൾ എന്ത് കാണുന്നോ, എന്ത് ദൃശ്യഭംഗിയോടുകൂടി കാണുന്നോ അതേ രീതിയിലുള്ള ദൃശ്യങ്ങളാണിത്. ഇതുണ്ടോ, ഒരു പക്ഷികളെ സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്നതാണത്. അത് ഇതുണ്ടോ, മൂങ്ങ, ഇതുണ്ടോ, ഇതൊക്കെ സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ ഇതാണ്. ഇതെല്ലാം പ്രകൃതിയുടെ ഒരു ഇത് നിങ്ങളിവിടെ വരുമ്പോൾ ഉറപ്പായിട്ടും ഈ സംഭവങ്ങൾ ഉണ്ട്. ഇതൊരു ട്രെയിനിൻ്റെ ഒരു സെറ്റപ്പിൽ ഇതെല്ലാം ഇതുണ്ടോ, ഇതുണ്ടോ, പ്രകൃതിയെക്കുറിച്ചുള്ള സംഭവങ്ങളാണ് ഇത്. ഇവിടുത്തെ ആദിവാസികളൊക്കെ ഇവിടുന്നാണ് അവർക്ക് ഇവിടെ മീൻ പിടിക്കാനും ഒക്കെ പോകാം. അങ്ങനെയൊക്കെ ഉള്ളൊരു രീതിയൊക്കെയാണ്. ഇതാണ് ട്രെയിനിൻ്റെ സെറ്റപ്പിൽ ഒരുക്കി വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്ക് പുറത്തോട്ട് ഇറങ്ങാം. നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് തേക്കടിയുടെ മ്യൂസിയത്തെക്കുറിച്ചായിരുന്നു. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ മ്യൂസിയം വന്ന് 25 രൂപ പാസേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതിനകത്തൊരു ദൃശ്യവിസ്മയം തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. ഞാൻ അതിൻ്റെ ഏകദേശ ഭാഗങ്ങളൊക്കെ ഇപ്പോൾ ഷൂട്ട് ചെയ്തത് നിങ്ങളെ കാണിക്കുകയാണ്. അത് വന്ന് ഇവിടെ ഇത് ഒഴിവാക്കി പോകരുതാരും. ഇത് വന്ന് കണ്ടിരിക്കണം. ഓക്കെ, താങ്ക് യു.